നമസ്കാരം. എൻ്റെ എല്ലാ സർഗദർശി കുടുംബാംഗങ്ങൾക്കും മനസ്സിൽ പതിഞ്ഞത് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡയാന ബിനീഷ്. ഇന്ന് മനസ്സിൽ പതിഞ്ഞത് എന്ന പരിപാടിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് വർഗീസ് അനീഷ് എഴുതിയ വന്നില്ലാത്ത അതിഥി എന്ന ചെറുകഥയാണ്. തൊട്ടടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വരുന്നു എന്ന് കേട്ടപ്പോൾ ശിവ വെറുതെ ഒന്ന് ചിരിച്ചു. ഒരച്ഛനും അമ്മമ്മയും 2 പെൺകുട്ടികളുമാണെന്നോ? വല്ല ചുള്ളൻ പയ്യന്മാർ വല്ലതുമായിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കാമായിരുന്നു, അമ്മ ലതികയോട് അവൾ കളിയായി പറഞ്ഞു. 30 വയസ്സ് കഴിഞ്ഞുവെങ്കിലും അവളുടെ ചിരിയിൽ ഇപ്പോഴും കുട്ടിത്തം നിഴലിച്ചിരുന്നു. ജോലിക്ക് പുറപ്പെടാൻ തയ്യാറായപ്പോഴാണ് വഴിയരികിൽ ഒരു മുഖം അവളുടെ കണ്ണിൽപ്പെട്ടത്. 40 വയസ്സ് തോന്നിക്കുന്ന ശാന്തമായ മുഖം. ആ കണ്ണുകളിൽ ഒരു പഴയ ദുഃഖഭാവം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ഇങ്ങനൊരു വാക്ക് വന്നു. സുന്ദരനാണ്. വലിയ 2 പെൺകുട്ടികൾ അച്ഛനാണെന്ന് പറയുകയേയില്ല. അത് മോഹൻദാസ്, എഞ്ചിനീയർ, അകാലത്തെ ഭാര്യയെ നഷ്ടപ്പെട്ടവൻ. അമ്മ സുലോചനയുടെ ഒപ്പമാണ് താമസം. 2 പെൺകുട്ടികൾ, ഒരാൾ എഞ്ചിനീയറിങ്ങിനും മറ്റൊരാൾ +2-നും. പെൺകുട്ടികൾ മാസത്തിലൊരിക്കലാണ് വീട്ടിൽ വന്നിരുന്നത്. ആ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ശബ്ദത്തേക്കാൾ കൂടുതൽ മൗനമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ 2 വീടുകൾ തമ്മിൽ അടുത്തു. ചെറിയ ചെറിയ സംഭാഷണങ്ങൾ, വൈകുന്നേരങ്ങളിൽ നിശബ്ദ പുഞ്ചിരി. എങ്കിലും അവർ പറഞ്ഞിരുന്നില്ല അവർ പരസ്പരം പ്രണയിക്കുകയായിരുന്നു. അവർക്കറിയാമായിരുന്നു അവരുടെ മനസ്സുകൾ തമ്മിൽ അകലാത്ത വിധം സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെന്ന്. മറ്റൊരു സത്യവും കൂടി അവൾ അറിഞ്ഞിരുന്നു. തങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്ന സത്യം. കാരണം പ്രായവ്യത്യാസം, സമൂഹത്തിൻ്റെ ചോദ്യം ചെയ്യലുകൾ. മോഹൻദാസ് ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ സമൂഹത്തിലുണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ. എങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ പരസ്പരം അകലം പാലിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു രാത്രി മോഹൻദാസിന് ഹാർട്ട് അറ്റാക്ക്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാം ചെയ്തു കൊടുത്ത ശിഖയാണ് ഫോം പൂരിപ്പിച്ചു കൊടുത്തത്, ഡോക്ടറിനോട് സംസാരിച്ചത്, രാത്രികാലങ്ങളിൽ പുറത്ത് കസേരയിൽ കാത്തിരുന്നത്. അവിടെയാണ് അവരുടെ ബന്ധം ഒരു സാധാരണ അടുപ്പത്തിൽ നിന്നും ദൃഢമായ ഒരിഷ്ടത്തിലേക്ക് മാറിയത്. അന്നാണ് ശിഖ തൻ്റെ പഴയ ജീവിതം ഓർത്തുപോയത്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവ് ആത്മഹത്യ ചെയ്തതിൻ്റെ ഓർമ്മ. ആ ഷോക്കിൽ അടഞ്ഞുപോയ മനസ്സിൻ്റെ വാതിൽ. മോഹൻദാസിൻ്റെ സ്നേഹം, ചോദിക്കാതെയും പിടിച്ചു നിർത്താതെയുമുള്ള സ്നേഹം, ആ വാതിൽ ഒന്ന് തുറന്നു. മോഹൻദാസ് ഒന്ന് തീരുമാനിച്ചിരുന്നു ശിഖയുടെ കാര്യം വീട്ടിൽ പറയാൻ. പക്ഷേ ജീവിതത്തിന് മറ്റൊരു തീരുമാനമുണ്ടായിരുന്നു. പെട്ടെന്നെത്തിയ മറ്റൊരു ഹാർട്ട് അറ്റാക്ക് മോഹൻദാസിനെ അവളുടെ ജീവിതത്തിൽ നിന്നും കൊണ്ടുപോയി. ആ വാർത്ത കേട്ടപ്പോൾ ശിഖ കരഞ്ഞില്ല. ഒരുതരം മരവിപ്പായിരുന്നു. പിന്നെ മറ്റൊരാളുടെ മുന്നിൽ അവൾ സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷെ മനസ്സിനുള്ളിൽ പറയാൻ കഴിയാതെ ഒതുക്കി വെച്ച വളരെ വലിയൊരു മൗനം മാത്രം. വർഷങ്ങൾ കടന്നുപോയി. ഇന്നും വൈകുന്നേരങ്ങളിൽ ആ വാതിൽ തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വഴിയരികിലേക്ക് പോകും. ഇന്ന് വരുമോ എന്ന ചോദ്യം അവൾ ആരോടും പറയാതെ മനസ്സിനുള്ളിൽ മാത്രം സൂക്ഷിച്ചു. മോഹൻദാസ് വന്നില്ല. എന്നാൽ അവൻ കൊടുത്ത കുറച്ച് വർഷങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തിൽ ശിഖ ഇന്നും ജീവിക്കുന്നു. ചില ഇഷ്ടങ്ങൾ ഒന്നാകാൻ വേണ്ടിയുള്ളതല്ല, ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതുപോലെയുള്ള ചില ഇഷ്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകും. ചില വ്യക്തികളോട്, ചില സ്വപ്നങ്ങളോട്. ഈ ഇഷ്ടങ്ങളാവും ഒരുപക്ഷെ നമ്മൾ ചിലരെയെങ്കിലും ജീവിക്കാനും പ്രേരിപ്പിക്കുന്നത്. ഇതുപോലെ നല്ല നല്ല കഥകൾ വർഗീസ് അനീഷിന് എഴുതാൻ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാ സർഗദർശി കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.